വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി SFI ആഹ്വാനം ചെയ്ത പഠിപ്പ് മുടക്ക് സമരം വടകരയിൽ പൂർണ്ണം. പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. രോഹിത് ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ SFIയുടെ പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി SFI ആഹ്വാനം ചെയ്ത പഠിപ്പ് മുടക്ക് സമരം വടകരയിൽ പൂർണ്ണം. പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എടോടി കേളുവേട്ടൻ PP ശങ്കരൻ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധ സമരത്തെ പോലീസ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. രോഹിത് ഉദ്ഘാടനം ചെയ്തു. SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളമുള്ള എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ച് SFI സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിനകത്ത് RSSന്റെ ചെരുപ്പ് നക്കിയായിട്ടുള്ള ഗവർണർ, ആ ഗവർണർ കേരളത്തിനകത്തുള്ള സർവകലാശാലകളിൽ നിയമിക്കുന്ന ഈ വൈസ് ചാൻസലർമാർ കേരളത്തിലുള്ള സർവകലാശാലകളെ ആകെ കാവ്യ പുതയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിനകത്ത് പ്രവർത്തിക്കുകയാണ്. SFI നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു, ഈ രൂപത്തിലേക്ക് കേരളത്തിൻ്റെ മതനിരപേക്ഷ മൂല്യത്തെ, ഭരണഘടനാ മൂല്യത്തെ ജനാധിപത്യ വിരുദ്ധമായി ഈ നിലയിലേക്ക് കേരളത്തിനകത്തുള്ള ഗവർണർ ആയിക്കോട്ടെ, കേരളത്തിനകത്തുള്ള വൈസ് ചാൻസലർമാരായിക്കോട്ടെ, ഈ ആളുകൾ ഈ നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ SFI ശക്തമായ കോട്ട നിങ്ങൾക്കെതിരെ തീർക്കുമെന്ന് SFI ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രതിഷേധ സമരം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചത് പോസ്റ്റ് ഓഫീസിന്റെ മുൻപിൽ നിന്ന് ഈ രൂപത്തിലേക്ക് അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഏറ്റവും സമാധാനപരമായി ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. അല്ലാതെ ഒരു കൽത്തുറങ്ക വെച്ച് ഞങ്ങളെ പ്രതിരോധിച്ചു കഴിഞ്ഞാലും, ഒരു പോലീസുകാർ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാലും, ഞങ്ങൾ ഇവിടെ ഉള്ളിലേക്ക് കയറണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കയറിയിരിക്കുമെന്ന് ഈ അവസരത്തിൽ എല്ലാ ഏമാന്മാരോടും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്, എന്തിനാണ് SFI ഈ രൂപത്തിലുള്ള പ്രതിഷേധ സമരം ഏറ്റെടുത്തത്? ഞങ്ങളുടെ ആവശ്യം ന്യായമാണ്. SFI എന്തിനാണ് ഈ നിലയിലുള്ള സമരം ഏറ്റെടുത്തിട്ടുള്ളത്? കേരളത്തിനകത്ത് ഉള്ള സർവകലാശാലകൾ, അത് ഏറ്റവും പ്രധാനമായിട്ടും കേരള സർവകലാശാല, ആ കേരള സർവകലാശാലക്കകത്ത് ഒരു സർക്കാർ പരിപാടി നടക്കുന്നു. ആ പരിപാടിയിലേക്ക് RSS ബോധപൂർവം ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് RSSന്റെ ചിഹ്നമായിട്ടുള്ള കാവിക്കൊടിയേന്ത്യ ഒരു സ്ത്രീയുടെ രൂപം ആ സർക്കാർ പരിപാടിക്കകത്ത് പ്രദർശിപ്പിക്കുന്നു. അതിനകത്ത് പുഷ്പാർച്ചന നടത്തുന്നു. അതിനെ വണങ്ങിക്കൊണ്ട് കേരളത്തിലെ ഗവർണർ മാറുന്നു. അന്ന് ആ രൂപത്തിലൊരു പരിപാടി അവിടെ നടന്നപ്പോൾ SFI പ്രസ്താവിച്ചു, ഇത് തീർത്തും നിയമവിരുദ്ധമാണ്, ഭരണഘടനാ ലംഘനമായിട്ടാണ് ഈ പരിപാടി യൂണിവേഴ്സിറ്റിക്കകത്ത് വൈസ് ചാൻസലർ നടത്തിയത് എന്ന് SFI പ്രസ്താവിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ അതിനകത്തൊരു റിപ്പോർട്ട് കൊടുത്തു. ഈ പരിപാടി നടന്നത് തീർത്തും ഭരണഘടനാ ലംഘനമാണ്, നിയമവിരുദ്ധമായിട്ടാണ് ഈ രൂപത്തിലേക്ക് സർക്കാർ പരിപാടിക്കകത്ത് RSSന്റെ പ്രതീകങ്ങളെ അവിടെ വെച്ചിട്ടുള്ളത് എന്ന് രജിസ്ട്രാർ റിപ്പോർട്ട് കൊടുത്തു. എന്താ അവിടെ ഉണ്ടായത്? അങ്ങനെ റിപ്പോർട്ട് കൊടുത്ത രജിസ്ട്രാറെ അവിടെയുള്ള വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യുകയാണ്. ഇവിടെ ആരാണ് വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം കൊടുത്തത്? നമ്മൾ കാണണം, ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്, ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ ഒരു ജുഡീഷ്യറി സംവിധാനമുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ കേരളത്തിലുള്ള ഗവർണർ ഈ പറയുന്ന രജിസ്ട്രാർമാരെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്, തീർത്തും നിയമവിരുദ്ധമായി. ഇവിടെ ആയിരിക്കും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്? ഈ സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് ഉണ്ട്, വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കുന്ന സിൻഡിക്കേറ്റ്.
ആ സിൻഡിക്കേറ്റിന് മാത്രമേ ഈ രജിസ്ട്രാർമാരുടെ നടപടിയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. എന്നാൽ ആ ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി ഈ പറയുന്ന വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയാണ്. അതിന്റെ തൊട്ടടുത്ത ദിവസം അവിടെ സിൻഡിക്കേറ്റ് ചേർന്നു. ആ സിൻഡിക്കേറ്റ് ചേർന്ന് ഈ രജിസ്ട്രാറെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ അവിടെയും നിൽക്കുന്നില്ല. ഗവർണർ വീണ്ടും ഈ കേരളത്തിനകത്തുള്ള കേരള സർവകലാശാലയിലെ രജിസ്ട്രാറെ പിന്നെയും സസ്പെൻഡ് ചെയ്യുന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഈ നിലയിലേക്ക് കേരളത്തിലെ ഗവർണറും അതുപോലെ തന്നെ കേരളത്തിലുള്ള 4 യൂണിവേഴ്സിറ്റികൾ, അതായത് കേരളയും കാലിക്കറ്റും MGയും കണ്ണൂരും അടങ്ങുന്ന യൂണിവേഴ്സിറ്റിക്കകത്തുള്ള വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് വലിയ കാവ്യവൽക്കരണം നടത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയാണ്. ഞങ്ങൾക്ക് ഈ കൂട്ടരോട് പറഞ്ഞു വെക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ഇത് കേരളമാണ്, വലിയ സമര പൈതൃകമുള്ള ഒരു നാട് കൂടിയാണ് ഈ കേരളം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏരിയ പ്രസിഡന്റ് KT സബന്യ പരിപാടിയിൽ അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി MT അനഗ്രാജ് സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. BA, BCom, BBA with Hospital Administration, BA, BCom, BBA with Logistics and Supply Chain Management, BVoc in Hospital Administration, BVoc in Logistics Operations Management, Diploma in Hospital Administration, Diploma in Logistics and Supply Chain Management, Diploma in Hospitality Management. കൂടാതെ +1, +2, +2 NEOS 6 months, +2 BOSS 6 months. Well furnished classrooms and fully equipped labs. അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ.